ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ന്യൂ ഇയർ ഈവാണ് ആൻഡ് വി ആർ ഓഫ് ടു ഏതെങ്കിലും തീറ്റ സ്പോട്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും റാൻഡംലി എന്നും തീറ്റ സ്പോട്ട് ആണല്ലോ എന്ന്. ബട്ട് അങ്ങനെയല്ല, ഞാൻ കുറേ ആയി പുറത്തിറങ്ങിയിട്ട് എനിക്ക് ബോർഡ് എക്സാംസ് ആ കമ്മിങ് അപ്പ്. സോ ഞാൻ പുറത്ത് അങ്ങനെ പോകാറില്ല. പിന്നെ പോകാറുണ്ട് മൈ വൺ ആൻഡ് ഓൺലി ബ്രോ. അപ്പോൾ ഇന്ന് എന്തായാലും പുറത്ത് പോകണം എന്നുള്ളത് മസ്റ്റ്. പറ്റുകയാണെങ്കിൽ ഞങ്ങൾക്ക് അമ്പലത്തിലും കൂടെ പോകണം, അമ്പലം അടച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ കൃഷ്ണൻ്റെ അമ്പലം അപ്പോൾ അടയ്ക്കത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് പോകാൻ പറ്റും എന്നു തന്നെയാണ് വിശ്വാസം. അപ്പോൾ ഞങ്ങൾക്ക് പോകണമെന്നുണ്ട്. ആൻഡ് ഞങ്ങൾ ഓഫ് ടു സംഗീത റെസ്റ്റോറൻറ്റ്. ബിക്കോസ് ഈ സംഗീത റെസ്റ്റോറൻറ്റ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന മനാമയിലെ ഏറ്റവും ബിസി സ്പോട്ടിലാണ്. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ ഞങ്ങളൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാനോ ഏരിയ സ്ഥലം ഒന്നും കിട്ടാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ അച്ഛൻ മിക്കവാറും ആ സ്ഥലത്തോട്ട് പോവില്ല. അച്ഛൻ പറയും വണ്ടി ഇടിക്കും, വണ്ടി ഇത്ര സ്ഥലമേ ഉള്ളൂ, പാർക്കിംഗ് കിട്ടില്ല, നിങ്ങളുടെ തലയിൽ പാർക്ക് ചെയ്യാൻ വയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ് പറ്റത്തില്ല, ന്യൂ ഇയറിന് ഡെഫിനറ്റ്ലി ഇവിടെ തന്നെ പോകണം. തലയിൽ ചുമന്നുകൊണ്ട് നടക്കണം, ഇതാണ് പൊതുവെ വരുന്ന കമൻട്രി. അപ്പോൾ നമ്മൾ പറയും പറ്റത്തില്ല, ന്യൂ ഇയറിന് എന്തായാലും അവിടെ പോയേ പറ്റുള്ളൂ. അപ്പോൾ യെസ്, വി ആർ ഓഫ് ടു സംഗീത റെസ്റ്റോറൻറ്റ്. യു ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ന്യൂ ഇയർ ഈവായിട്ട് ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മൂമെന്റ് ഭയങ്കര സ്പെഷ്യൽ. എന്നിട്ട് അമ്മയും ഞാനും അച്ഛനും ഒക്കെ ഇങ്ങനെ പറയുമായിരുന്നു, ഇവിടെയൊക്കെ നോക്കും നിങ്ങൾ, റോഡൊക്കെ ഭയങ്കര ശൂന്യമായിട്ടുണ്ട്, ഒരു വണ്ടി ഇല്ല, ഭയങ്കര ക്ലീൻ ആയിട്ട്. ദിസ് ഇസ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് വാട്ട് വി എക്സ്പെക്ടഡ്. ബിക്കോസ് ഞങ്ങൾ പോകുന്ന സമയത്ത് തിക്കി തിരക്കി അനങ്ങാൻ സ്ഥലം ഉണ്ടാവാറില്ല. അതാണ് സൂര്യ ട്രെൻഡ്. സമാധാനപ്പെടും നാമ എത്തിയാ മതി. നീ അപ്പോൾ എൻ്റെ അനിയനെ കുറച്ചായിട്ട് സ്നേഹക്കൂടുതൽ മൂലം ബഹുമാനക്കുറവുണ്ട് യൂസ് ചെയ്യുന്ന ടേംസിൽ. എന്നെ ചേച്ചി എന്ന് പറയുന്ന പോലെ നീ എന്നാണ് പറയുന്നത്. അത് അമ്മയ്ക്ക് തീരെ അങ്ങ് ഇഷ്ടമായിട്ടില്ല. നല്ല കാര്യമാണ്, നമ്മൾ എന്തായാലും മൂത്തവരെ ബഹുമാനത്തോടു കൂടി വിളിക്കണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ ഒരാൾ എന്നെ കളയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്. അത് എല്ലാവർക്കും അഗ്രിയബിൾ ആവണം എന്നില്ല. കാരണം ബഹുമാനം എന്നുള്ളത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. നിങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞാലേ ബഹുമാനം ഉണ്ടാവുള്ളൂ എന്നൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം. ബട്ട് ദെൻ എൻ്റെ അമ്മ അത് ഫോളോ ചെയ്യാൻ പറയുന്നു. വി ആർ ഫോളോയിങ്, ദാറ്റ്സ് ഓൾ. ദെൻ വാട്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണുന്ന ഈ റോഡിൽ ഒരു മനുഷ്യനില്ല. ബട്ട് ദെൻ ഞാൻ കുറേ പുറത്തിറങ്ങിയിട്ട്, അപ്പോൾ എനിക്ക് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഒരു സന്തോഷം, ഒരു മനസ്സുഖം. യെസ്, ദാറ്റ്സ് എ പോയിന്റ്. ദാ ഗൗതൂസിനെ ഞാൻ ഇപ്പോൾ എടുത്ത് കാണിച്ചു തരാം. എന്തെങ്കിലും പറയുക, വാട്ട് യു ഫീൽ? ഒരു വർഷം കഴിഞ്ഞു പോയി, നീ ഇതാ ഇപ്പോൾ 7th നീ ഇപ്പോൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ നിന്റെ ആനുവൽ എക്സാമും കഴിഞ്ഞ് നീ 8th വാട്ട് ഡു യു ഫീൽ? ഓക്കെ, യു ഫീൽ ഓൾഡ്. യു ഫീൽ ഓൾഡ്. അപ്പോൾ ന്യൂ ഇയർ ഈവായിട്ട് ഗൗതു ഫീൽസ് ഓൾഡ്. ഓൾഡർ ദാൻ യെസ്റ്റർഡേ. സോ അച്ഛൻ ചളി അടിക്കുന്നതിന് പകരം കുറച്ച് നല്ല കമന്ററി ഇങ്ങോട്ട് പോരട്ടെ. നീ എന്നിട്ട് കാണിക്കണേ അച്ഛൻ അച്ഛൻ്റെ മുടിയുടെ വേണ്ട അത് ഞാൻ എടുക്കാം. ഇങ്ങനെയൊക്കെ എടുത്താൽ മതി. അച്ഛൻ പറയൂ, അച്ഛൻ എന്താണ് ന്യൂ ഇയർ ഈവായിട്ട് പറയാനുള്ളത്? അടി കൂടാന്നുള്ള കാര്യങ്ങളല്ലാതെ നല്ല പോസിറ്റിവിറ്റി. ഒരു പുതുവർഷം അമ്മ അടുത്ത് പോട്ടെ. ഓക്കെ മാതാവേ, എൻ്റെ അമ്മേ പറയൂ, അമ്മയ്ക്ക് എന്താണ് ന്യൂ ഇയർ ഈവായിട്ട് പറയാനുള്ളത്? ആരോടാ പറയണ്ടേ? ഞങ്ങളുടെ വ്യൂവേഴ്സിനോടും ഞങ്ങളോടും. അച്ഛനും അമ്മേനെ അനുസരിക്കുക. നമ്മുടെ മോറൽ വാല്യൂ ക്ലാസ്സസ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ വ്ലോഗ് അങ്ങ് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ ഗൈസ്, അച്ഛന് വ്ലോഗ് ചെയ്യുന്ന അച്ഛന് ഇഷ്ടം വേണ്ടാത്ത പറയുമ്പോ. അപ്പൊ ഗൈസ് ഇതുണ്ടോ, അതാണ് എൻ്റെ മനോഹരമായ സ്കൂള്. ഈ പൂർ പീപ്പിളൊന്നും നിൽക്കാത്ത ഒരു സ്കൂള്, റിച്ചായ ആൾക്കാർ നിൽക്കുന്ന സ്കൂള്, നന്നായി എഡ്യൂക്കേറ്റഡ് ഉണ്ട് എൻ്റെ വണ്ടർഫുൾ സ്കൂള്. ഇതാ കാണും സുഹൃത്തുക്കളെ, കാണും. അപ്പുറത്തെ ലൊക്കേഷൻ തെറ്റി, ലൊക്കേഷൻ സ്വന്തമായിട്ട് അറിയില്ല സ്കൂളിന്റെ കഷ്ടകാലം. കാണുന്നില്ല കുഞ്ഞു. ബിക്കോസ് ഞങ്ങൾ കുറെ സ്ഥലത്തുണ്ട്, നിങ്ങളെപ്പോലല്ല.
ഷോപ്പാ കുറെ സ്ഥലത്തുണ്ടാവാൻ. ഞങ്ങൾക്ക് എഡ്യൂക്കേഷൻ പഠിത്തണം എന്താ പറയണ്ടേ. അപ്പോൾ സോ ഈ ഒരു മൊമെന്റ് നമ്മൾ കുറെ കാലമായി വെയിറ്റ് ചെയ്യുന്നു, ഒരു കൊല്ലം തീരാൻ. എന്താടാ ഇനി വേണ്ടി പോണ്ട. അയ്യേ Guys, അയ്യോ, ഇതെന്തത്? ഞങ്ങളെക്കാളും നല്ല സ്ലോ ആയിട്ട് ഓടിക്കുന്ന വണ്ടികൾക്ക് കൂക്കാറാണ് പൊതുവെ പതിവ്. പോസിറ്റീവ് വണ്ടി എടാ നിനക്ക് കാണുന്നില്ലെന്ന് വെച്ചിട്ട് നീ അമ്മയുടെ തല ഇത്തിരി ഭാഗം കാണിക്കില്ല. ഇത് സീറ്റിന്റെ കവർ അമ്മേന്റെ വണ്ടി പോയിട്ട് എടാ ഞാൻ ഗൈസ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പൊതുവെ നടക്കാറുള്ള സംഭാഷണമാണ്. ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞ അടി ഉണ്ടാക്കും ഞങ്ങള്. അവസാനം കടിയും പിടി ആയി കഴിഞ്ഞിട്ട് അച്ഛൻ പിടിച്ച് മാറ്റിയിട്ട് അവസാനം ഞങ്ങൾ ദേഷ്യപ്പെട്ടിട്ട് ഫുഡ് കഴിക്കും. ഇതാ പൊതുവെ ട്രെൻഡ്. ന്യൂ ഇയർ ആയിട്ട് ഈ ട്രെൻഡ് ഫോളോ ചെയ്യാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. ഈ സെൽഫി സ്റ്റിക്കിന്റെ ലെങ്ത് കൂട്ടുന്ന നിർത്ത്, ഒരു ആവറേജ് ലെങ്ത് മതി. ശരി ഓക്കെ. ഇനി മാറി കിട്ടുകയാണ് ഗൈസ്. നമുക്ക് ഇതാണ് നമ്മുടെ എല്ലാവരും ഒരേ സ്പോട്ടിലോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ദൃശ്യമാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ? ഓക്കെ. അപ്പോൾ ഗൈസ് ഇനി നടക്കാൻ പോകുന്നത് ചലഞ്ചാണ്. ചലഞ്ചല്ല, ഒരു ക്യൂവേ എങ്ങനെയുണ്ട്? ഇനിയിപ്പോ എന്താ നമ്മളിന്ന് രാത്രി ഫുൾ ചില്ലിങ്. ക്യൂവേ എനിക്ക് ക്യൂയിൽ താല്പര്യമില്ല. എന്താ പറയണ്ടേ ഞാൻ? എൻ്റെ മേത്ത് ക്യൂവേ എന്താണ് നിനക്ക് പറയാനുള്ളത്? നമുക്ക് നിന്റെ ഫേവറേറ്റ് ഈ വർഷം നിനക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഡേ ഏതാണ്, അല്ലെങ്കിൽ മെമ്മറബിൾ ആയിട്ടുള്ള ഡേ? ഞാൻ പറയാം. അമ്മ ഹോളിഡേസ് തുടങ്ങിയ മുമ്പ് ഞങ്ങൾക്ക് ഇതുണ്ടായിരുന്നു ക്ലാസ് പാട്ട്. അത് സൂപ്പറായിരുന്നു. അതല്ലാണ്ട് ഗൗതം ഞാൻ പറയട്ടെ. അമ്മ അങ്ങനെ ഗൗതുവിന്റെ കാര്യം ഗൗതു പറയാം. അമ്മ അമ്മേന്റെ ഏറ്റവും ബെസ്റ്റ് ഡേ പറയൂ. ഗൗതുവിന് തോന്നുന്നത് ഗൗതു പറയേണ്ടത്. അമ്മ പറയും. ഗൗതുവിന് ഇന്റർ സ്കൂൾ കോമ്പറ്റീഷന് കിട്ടിയതല്ലേ? ഉണ്ണിന്റെ കാര്യം പറഞ്ഞാൽ മതി. എത്ര തവണ പറഞ്ഞു? ഉണ്ണിയല്ല, ഉണ്ണി എന്ന് വെച്ചാൽ അമ്മ. ഉണ്ണിക്ക് ആ കിട്ടിയത് സന്തോഷമാണ്. അപ്പൊ അതാണ് അമ്മേന്റെ ലൈഫിൽ ബെസ്റ്റ് ഡേ ഈ കൊല്ലം. അങ്ങനെ പറയാൻ വയ്യ. അങ്ങനെയല്ല, പറഞ്ഞോളൂ. എനിക്ക് അങ്ങനെ എതിരഭിപ്രായം ഇല്ല. അത് സന്തോഷമാണ്. എടാ എന്നെ സന്തോഷിപ്പിക്കാൻ വേറെ വല്ല കമന്ററി പറയണമെന്നില്ല. ഇതിൽ എല്ലാവർക്കും ഡിഫറെന്റ് അഭിപ്രായം ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഇത് മാത്രമല്ല, പിന്നെ എന്താ നമ്മൾ വിചാരിച്ച പോലെ എല്ലാ അമ്പലങ്ങളിൽ പോകാൻ പറ്റി വന്നപ്പോ നല്ല സന്തോഷം. പിന്നെ ഉണ്ണി ഈ കൊല്ലത്തെ എല്ലാ ദിവസവും കൂടെ പറയാനല്ല പറഞ്ഞു. എനിക്ക് ഒരു ദിവസം പറയാനാ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം എന്നാ വേണ്ട, സന്തോഷിക്കേണ്ട ഒരു ദിവസം. പല ദിവസമായിട്ട് ഇരുന്ന് സന്തോഷിച്ചു. അച്ഛൻ പറയൂ, ഈ കൊല്ലം അച്ഛൻ ഏറ്റവും ഹാപ്പി ഉണ്ടായിരുന്ന ഡേ ഏതാ? ഓണം. ഈ കൊല്ലത്തെ ഓണം. ഓ, അപ്പൊ രണ്ടുപേരും വളരെ ഓക്കെ. എനിക്ക് മനസ്സിലായില്ല എന്താ പറയുക. അപ്പൊ ഗൈസ് ലെറ്റ്സ് പ്രൊസീഡ്. എന്റെ കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് ഈ കൊല്ലത്തെ ഏറ്റവും ഹാപ്പി ഡേ ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ നാളെ ദിവസം ഏതാന്ന് തപ്പട്ടോ, മനസ്സിലാക്കണ്ടേ? ഇല്ല, ഞങ്ങളുടെ സ്കൂളിന്റെ ഫൈനൽ ഡേ, ലാസ്റ്റ് ഡേ ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാ എടാ ഈ കൊല്ലത്തെ ഗൗതു ഈ ഞങ്ങളെ സ്കൂൾ അടയ്ക്കുന്നതിന് മുന്നേ കുറേ ദിവസം മുന്നേ ഞാൻ ലീവ് എടുത്ത് തുടങ്ങി. ആ ലീവ് എടുക്കുന്നതിന്റെ തലേന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ട് പീരിയഡ്സ് ഒന്നും ഉണ്ടായില്ല. 2 പീരീഡ് അങ്ങാണ്ട് ഫ്രീ കിട്ടിയായിരുന്നു. 2-3 പീരീഡ് ഫ്രീ കിട്ടി. ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ കുറച്ച് ചെറിയൊരു ഡാൻസ് മൂവ്സ് ഒക്കെ ചെയ്തായിരുന്നു. ഞാനും അഞ്ജലി, ആലി, ലിബിനെയൊക്കെ കൂടെ. പ്രത്യേകിച്ച് ആരും മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾക്ക് നാണക്കേടും മാനക്കേടും ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും അവിടെ അടി കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പുറത്തെ ക്ലാസ്സിലെ പിള്ളേരായിട്ട്. സോ ഇറ്റ് വാസ് വെരി ലാവിഷ് ആൻഡ് നല്ല സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വി വർ ലൈക്ക് സ്ലേയിങ് ദർ. ആൻഡ് അഞ്ജലി പറഞ്ഞ നാളെയും വരുമോ ഭവ്യ? ഞാൻ യെസ് എന്ന് പറഞ്ഞിട്ട് പോയില്ല. കാരണം ഇത്രയും സമയം വെറുതെ കിട്ടുമ്പോൾ നമ്മൾ വ്യർത്ഥമായി കളയരുത്. അതുകൊണ്ട് ഞാൻ നന്നായിരുന്നു പഠിച്ചു. ഐ ഗെസ് ഓർമ്മയും ചെയ്തു. എന്തായിരുന്നു ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഡേ ഇത് അല്ലാണ്ട് വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ ഞാൻ നാട്ടിൽ നിന്ന്
തിരിച്ചു വരുന്ന ഡേ. കാരണം ഞാൻ ഉദ്ദേശിച്ച എല്ലാ അമ്പലവും കംപ്ലീറ്റ് ആവുകയും ചെയ്തു. അറ്റ് ദ സെയിം ടൈം ഗായ്സ് കോപ്പിയടി അമ്മയുടെ കോപ്പിയടി ചെയ്യുന്നു. അമ്മ പോകുന്ന എല്ലാ ഡേയും പറഞ്ഞു. ഞാൻ പോയി എല്ലാം എനിക്ക് അനുഗ്രഹമൊക്കെ കിട്ടി ഫീൽ ചെയ്യുന്ന ഡേ. താങ്ക് യു. ഇനി യെസ് ഗൈസ്, അപ്പോൾ പറയൂ അടുത്ത ക്വസ്റ്റ്യൻ പറയൂ. ഹലോ ഗായ്സ്, മേക്കപ്പ് വന്നു. പക്ഷെ ന്യൂ ഇയർ ആയിട്ടും പിന്നെ ക്രിസ്മസ് കഴിഞ്ഞ് എൻ്റെ ഡെക്കറേഷൻസ് ഒന്നും മാറ്റാണ്ട് ഇവിടെ ചുറ്റും ബെഹറിനാകെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു മൂഡാണിത്. ഹലോ ഗായ്സ്, വെൽക്കം ടു ദ വ്ളോഗ്. അപ്പം നമ്മൾ ഇവിടെ ന്യൂ ഇയർ ഈവായിട്ട് ഇവിടെ ഹോട്ടലിൽ വന്നിട്ട് ഇവിടെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഫുഡ് വരാൻ കുറച്ച് താമസം ഉണ്ടാവും. പക്ഷെ അത് വരെ നമുക്ക് നല്ല എൻ്റർടൈനിങ് ആയിട്ട് കുറച്ച് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണാമെന്ന് വെച്ചാൽ ഞാനും ഗൗതും കൂടെ വൈബിങ് ആയിട്ടിരിക്കുന്ന ഒരേ ഒരു സമയം ഈ ന്യൂ ഇയറിൻ്റെ അവിടെ കൊണ്ടിരിക്കുമ്പോഴാണ്. ആട്ടി പിടിക്കാത്തൊരു നേരം ഉണ്ടാവില്ല ഞാനും അവനും. പക്ഷേ ഈ സമയത്തുള്ള സ്നേഹം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. സിബ്ലിങ്സ് ഇങ്ങനെ വേണം നിങ്ങൾ പറഞ്ഞു. അത്രയ്ക്ക് അഭിനയവും നാച്ചുറാലിറ്റിയാണ് ആ സമയത്ത്. ശരിക്കും സ്നേഹം വരുന്നതാണ്. ന്യൂ ഇയർ അല്ലേ, എന്തിനാണ് കണ്ടുപിടിക്കുന്നത് വെച്ചിട്ടാണ്. അപ്പോൾ ഞാനും എൻ്റെ ഡിയർ ബ്രോയും കൂടെ യൂട്യൂബ് വ്ളോഗ്സും വീഡിയോസും ഒക്കെ കണ്ടിട്ട് ചില്ല് ചെയ്യാൻ പോവാണ്. അമ്മയും അച്ഛനും ഇത്രയും സ്നേഹത്തോടു കൂടി ഇരുന്ന് ഓരോരോ നാട്ടുവിശേഷങ്ങൾ പറയണതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ സാധനം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ എത്തി. അപ്പോൾ ഇതിനും കൂടുതൽ ബ്ലോഗ് വൈകിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡൊന്നും ബാക്കി കാണത്തില്ല തോന്നിയതുകൊണ്ട് ഞാൻ ഉടനടി വ്ളോഗ് അങ്ങ് തുടങ്ങി. ഇത് ഗൗതും ഇവിടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് പനീർ കറിയും, അതുപോലെ ഞാനും അമ്മയും ഫ്രൈഡ് റൈസും, പിന്നെ മഞ്ചൂരിയനും ഓർഡർ ചെയ്തൊന്നും എത്തിയിട്ടില്ല ഇതുവരെ. അച്ഛൻ നമ്മൾ അടിപൊളിയായിട്ടുള്ള ടിഫിനാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഗൗതു ഇതെവിടെ അടിപൊളി ഞങ്ങളിങ്ങനെ. ഇപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ കഴിക്കാൻ തുടങ്ങുകയാണ്. ഇതിനും കൂടുതൽ വ്ളോഗ് വെച്ച് കഴിഞ്ഞാൽ ഇവനെ തല്ലിക്കൊല്ലും, ഞാൻ എന്നെ സ്വയം വിശന്ന് ചാവും. അപ്പോൾ ഓക്കെ ഗൈസ്, സ്റ്റേ ട്യൂൺ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇസ്കോൺ അമ്പലത്തിൽ പോയി. അവിടെ നല്ല ഭജനയൊക്കെ ഉണ്ടായിരുന്നു. സത്യം ആ ഒരു വൈബ് ശരിക്കും അവിടെ പോയിരുന്ന ഒരാൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ശരിക്കും അത് ഭയങ്കര ഡിവൈനായിട്ടുള്ള ഫീൽ വരും നമുക്ക്. ഭയങ്കര എന്താ പറയുക, പൊതുവേ നമ്മളിപ്പോൾ ഒരു അമ്പലത്തിലൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു 2 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ നിന്ന് പോകാൻ തോരും. പ്രാർത്ഥിച്ച് കഴിഞ്ഞാലോ പോവാന്ന് പറയും തോന്നും. ഇവിടെ അങ്ങനെ പൊതുവേ തോന്നൂല. ഞങ്ങൾ നിന്നിട്ട് 1 മണിക്കൂറൊന്നും ആയിട്ടില്ല. ബട്ട് ദെൻ അവിടെ ഇരിക്കുന്ന അത്രയും നേരം നല്ല വൈബായിരുന്നു ഗൈസ്. നമ്മൾ ഭയങ്കര കുഞ്ഞായിരുന്നപ്പോൾ ഒരിക്കൽ ഞാൻ വന്നിട്ടുണ്ട്. അന്ന് നല്ല രസമുണ്ടായിരുന്നു. ഒരു സംഭവം ഭയങ്കര ഹിറ്റാണ്, അടിപൊളിയാണ്. ലൈക്ക് ബെസ്റ്റ് വേ ടു വെൽക്കം എ വെരി ബ്യൂട്ടിഫുൾ ന്യൂ ഇയർ. ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ്. ഓരോരുത്തർക്കും ഓരോരുത്തരായിട്ടുള്ള രീതികളുണ്ടാവും. എന്തായാലും ഞാൻ ശരിക്കും പറഞ്ഞാൽ കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷെ എന്തായാലും ആ സമയം കൊണ്ട് വീട്ടിലെത്തത്തില്ല എന്ന് അറിയായിരുന്നു. അവന് പ്രാർത്ഥിച്ചിട്ടൊന്ന് അവിടെ തന്നെ ഇരിക്കാമെന്ന് വെച്ചു. അവിടുത്തെ വൈബ് വേറെ ലെവലാണ് ഗൈസ്. ജസ്റ്റ് ലൈക്ക് വാവ്. So stay tuned for more updates. Don't forget to like, share and subscribe.